ഇത് മൂട്ടിൽ ഒരു പഴമാണ്, മൂട്ടിലുണ്ടാവുന്ന ഒരു പഴമാണ്. അതിൻ്റെ ഒരു കുല കുത്തി ഇങ്ങനെ കാച്ച് പോരും. മറ്റു മരങ്ങളെല്ലാം ചോട്ടിക്കട വന്ന് മുകളിൽ വരെ ഉണ്ട് ഇത്. നല്ലപോലെ മൂത്താലാണ് ഈ ചുവപ്പ് കളർ വരുള്ളൂ. ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ കൊലയായിട്ട് പൂവായിട്ട് വരും, പിന്നെ അത് കഴിഞ്ഞ് ചെറിയ കായായിട്ട് വരും, അത് കഴിഞ്ഞ് ഒരു കാപ്പിപ്പൊടി കളറാണ്, പിന്നെ മൂത്ത് ഇങ്ങനെ നല്ല ഇതാവുമ്പോഴങ്ങനെ. ആൺമരത്തിൻ്റെ എല്ലാം നല്ല ചുമപ്പ് കളറായിരിക്കും, അതങ്ങനെ എകരം വരെ ഉണ്ടാവും, ഒത്തിരി പൂവുണ്ടാവും. ആൺമരത്തേൽ കായ ഉണ്ടാവില്ല, പൂ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോകും. ചിലപ്പോൾ 1-2 കായ ഉണ്ടാവുമായിരിക്കും, അത് കൂടുതലില്ല. പിന്നെ ഇത്തവണ നല്ല വെയിലായിരുന്നല്ലോ, അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുത്തായിരുന്നു നന്നായിട്ട്. അപ്പം നനവിൻ്റെ ഒക്കെ കൊണ്ട് ഇത്രയും ഉണ്ടായെന്ന് പറഞ്ഞു. ആദ്യമൊന്നും കാച്ചൊന്നുമില്ല, 3-4 വർഷം നോക്കിയിട്ടൊന്നും കാച്ചൊന്നുമില്ല. പിന്നെയും നമ്മൾ കുറേ നോക്കിയിരുന്ന അതിൻ്റെ ചുവട്ടിലൊക്കെ വളം കേട്ടാൽ ചെറിയ തോതിൽ വലിയ ഒത്തിരി വളമൊന്നും ഇട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അറിയുമ്പോൾ എന്ന് വെച്ചാൽ പരാഗണം ചെയ്യാനുള്ള ഇത് വേണം. അപ്പോൾ ഒരു ആൺമരം ഫീമെയിലും മെയിലും വേണമല്ലോ വരുന്നത്, അത് വേണം. അതുകൊണ്ടാണ് ഈ തൈ കൊണ്ട് വെച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇത് കാച്ചകൂടെ ഇത് ഇത്രയും ഉണ്ടാവണം ആദ്യം. അതിന് മുമ്പ് കുറച്ചുണ്ടാവുള്ളൂ. ആദ്യം ഇതിന് ഉള്ളിൽ പഴം ഇല്ലായിരുന്നു. ആദ്യം നട്ട് ഇത് രണ്ടും പെൺമര ആയാലും ഇതുണ്ടായാലും ഉള്ളിൽ അതിനകത്ത് പഴമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആൺമരം കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൺമരം ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്. ഇത് 2 വർഷമായി ആൺമരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഈ വർഷമാണ് ഇത്രയും കൂടുതലായിട്ടുണ്ടായത്. രുചി ചെറിയൊരു പുളിയുണ്ട്, മധുരമുണ്ട്. ഇപ്പം ഇത്രയും കാലപ്പഴക്കം ആയിട്ടായി പുളി വന്നത്, അല്ലെങ്കിൽ ആ പുളി കുറവായിരിക്കും, മധുരം ഉണ്ടാകുമായിരിക്കും. ഇപ്പം റംബുട്ടാൻ റംബുട്ടാൻ തന്നെ പോലെ തന്നെ ഇരിക്കുന്നത്. ആപ്പിളിനേക്കാളും പ്രോട്ടീനുണ്ട്, നെല്ലിക്കേക്കാളും വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ പൊട്ടാസ്യം ഒത്തിരി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, ബിയും ഉണ്ട്, ധാരാളം ഉണ്ട്. പിന്നെ ഷുഗറ്, കൊളസ്ട്രോള്, പ്രഷറ് ഇതൊക്കെ കുറയ്ക്കും. ത്വക്ക് രോഗങ്ങൾക്കും ഒത്തിരി ഇതുള്ള, പിന്നെ ഒത്തിരി പോഷക സമൃദ്ധമുള്ളതെന്നാണ് പറഞ്ഞത്. കാട്ടിലുണ്ടാവണ പഴമാണല്ലോ ഇത്. പഴം കഴിക്കാൻ മാത്രമല്ല, ഡ്രൈ ഫ്രൂട്ട് ആക്കാം, അച്ചാറിടാം. പിന്നെ ഇലയാണേലും വാട്ടി അത് ഈ ത്വക്ക് രോഗങ്ങൾക്ക് കൊള്ളാമെന്നാണ് പറയണത്. ഇത് അച്ചാറിട്ടാൽ ഒരു പുളിയും ചവർപ്പും ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ പഴം കൂടെ കൂടി ഇടാം, ഇല്ലെങ്കിൽ തൊണ്ട് തന്നെയായിട്ടിടാം. പക്ഷെ ചിലർക്ക് ഈ തൊലി തന്നെയായിട്ടിരുന്ന ഇഷ്ടം പഴത്തേക്കാളും. കിലോ 200 ഒക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പം 150 ഉണ്ട്. നമ്മൾ കൊടുത്തില്ല, നമ്മൾ ഡ്രൈ ഫ്രൂട്ടാക്കാനാണ് കൊണ്ടുപോയത്. 97 കിലോ ഉണ്ടായിരുന്നു നമ്മളിതല്ലേ പറിച്ചത്. നമ്മൾ ഈ ഡുഡുമാളിലൊക്കെ പോലെ കൊണ്ടുവച്ചിരുന്ന ചിലവുണ്ടാവുമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പോകാനുള്ള ഇതൊന്നും എനിക്ക് ആ സ്ഥിതിയൊക്കെ പോശായിട്ട് ഇവിടെ വന്ന് ആരെയും കൊണ്ടുപോകാണെങ്കിൽ കൊടുക്കുക എന്നുള്ളതെന്ന് കിടക്കണ കണ്ട നല്ല കൗതുകമാണ്. ഏറ്റവും വലിയ കൗതുകം. നമ്മൾ പാരിതോഷികമോ സമ്മാനമോ കിട്ടുമൊക്കെ തുക കിട്ടാനല്ല ഇവിടെ ഇഞ്ചിത്തോട് അവിടെ ഉണ്ടാകുന്ന പറയണത് കാട്ടിൽ. പക്ഷേ കാട്ടിൽ കൊണ്ടുവന്ന് നട്ട് ഇവിടെ നാട്ടിൽ വിളയിച്ചാണ് ഇത് ഞാനിപ്പോൾ.